കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സ്ഥലത്ത് നമ്മളെ റഹീമിക്ക പോയി. ഭയങ്കര കറുത്ത ഉടുപ്പ്, എന്ത് കുർത്തേ, വെള്ള പാൻറ്, കണ്ണാടിയൊക്കെ വെച്ച് ചുള്ളനായിട്ട് പോയേക്കാണ്. ഒരു വൃത്തിയാവാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പ്രസംഗം ഞാൻ കേട്ടു, കുഴപ്പമൊന്നുമില്ല. കാണാതെ പഠിച്ചാണെങ്കിലും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പറഞ്ഞൊപ്പിച്ചിട്ട് പോയി. അത് നമുക്ക് കുറച്ച് പ്രസംഗം കേൾക്കാം. എന്തായാലും ഇത്തിരി പഠിച്ചിട്ടൊക്കെ പോയി സംസാരിച്ചില്ലേ, എല്ലാവരും കേൾക്കാത്തവരുണ്ടെ കേൾക്കും. First, I would like to express my concern about the health condition of Sonam Wangchuk. സോനം വാങ്ചുക് അവിടെ വന്നതാണ് പങ്കെടുക്കാൻ. അവനെ പിടിച്ച് നിരാഹാര സമരത്തിൽ പിടിച്ച് കടത്തി കളഞ്ഞു ഫയലുകൾ. മറ്റവൻ നിൽക്കാനുണ്ട്, കൈയൊക്കെ കെട്ടിയങ്ങ് നിൽക്കുകയാണ്. ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അവിടെ തിളച്ച ചൂടത്ത് കിടന്ന് വീർത്ത് പുഴുത്തിട്ട് പോവാന്നല്ലാതെ ഒരു തേങ്ങ നടക്കില്ല. പിടിച്ചകത്തനാകുമ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ പിടിക്കാൻ വരുമെന്ന് വിചാരിച്ചാൽ പോലീസ് ഒരു അനക്കുമില്ല. കേന്ദ്രം തിരിഞ്ഞു വരും നോക്കണല്ലോ. അവിടെ എന്തരാ ഉണ്ടാകട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ കിടന്ന് പുഴുക്കിയാണ് സത്യം പറഞ്ഞ ചൂടത്ത്. So I would like to support the Union government. Come here and listen to him. ഇക്ക പറയാത്തോണ്ടാണ് വരാത്തത്. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് വന്ന് അദ്ദേഹത്തിന് ഇവർക്കൊക്കെ പറയാനുള്ളത് കേൾക്കണം. അവിടെ വന്ന് കേൾക്കണം, ചൂടത്ത് വന്ന് കേൾക്കണമെന്നാണ് ഇക്ക പറയണത്. വയ്യ, ഈ ആഹാരം കിട്ടാതെ പുഴുത്ത് കിടക്കുകയാണ്. അവൻ നീങ്ങണ ഇവ ഇത് എവിടെ നിന്ന് വന്ന് കയറിയെന്ന് പറഞ്ഞു നിൽക്കണ ഈ ഫോട്ടോ വാങ്ങിയാണ്. മൈൻഡ് ചെയ്യല്ല, വന്നതിന്റെ പേരിൽ മൈക്ക് എടുത്തു കൊടുത്ത് സംസാരിക്കണമെന്നല്ലാതെ ഒരു വില ഉണ്ടാകുന്ന നോക്കിയാണ്. ആത്മാഭിമാനം ഉള്ളവന്മാര് ബാക്കിയൂടെ കേട്ടിട്ട് പറയാം. കൺട്രീസ് അല്ല, കൺട്രീസ്. So once again I would like to extend my solidarity on behalf of Democratic Federation of India. സോളിഡാരിറ്റി പ്രഖ്യാപിക്കും. അവന്മാർക്ക് ഇപ്പം ചെന്നതിന്റെ 1% പോലും താല്പര്യമില്ല. അവരെ നിപ്പ് കണ്ടറിയാം. ആ പറയാൻ കാര്യം യുവജന സംഘടനയുടെ ആളാണ് വന്നേക്കുന്നത്. ഇത് പുതിയ ഇവന്മാരെ കൊണ്ടൊന്നും ഒരു ഉപയോഗം ഇല്ല എന്ന് തോന്നിക്കൊണ്ടാണ് ഇവന്മാർ വേറൊരു CJP അല്ലെങ്കിൽ വേറെ ലക്ഷ്യങ്ങളൊക്കെ കാണും. അല്ലെങ്കിൽ DYFI SFI ഒക്കെ ഇല്ലല്ലോ, അന്താരാഷ്ട്ര സംഘടന എന്നല്ലേ പറയണത് അല്ലേ. അവരെ ഒന്നും ഇടപെടുത്താതെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ പോയി സോളിഡാരിറ്റി. നാണം ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത്. നാണം. ആകപ്പാടെ ഇതിലുണ്ടായ മെച്ചമെന്ന് പറഞ്ഞാൽ ഇത്തിരി വൃത്തിയായിട്ട് കാണാതെ പഠിച്ചെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞെന്നുള്ളതാണ്. കാണാതെ പഠിച്ചായിരിക്കും. എന്തരാവട്ടെ, ഈ സംസാരിച്ചതിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കടിച്ച് പിടിച്ച് പറഞ്ഞ് ഞാൻ പറയണതാണ്, എന്തിനാണ് ഈ മാനം കിടന്നത്? അതുകൊണ്ട് അവിടെ നിൽക്കണവന്മാരൊക്കെ പട്ടി വില ഒരുത്തനും ഒരു മൈൻഡ് പോലും ചെയ്യണില്ല. എല്ലാം അവിടെ കൊണ്ട് തിന്നാൻ കിടക്കണ ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഈ സമരത്തിന്റെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കംപ്ലീറ്റ് ഇതാണ് മൊബൈൽ ഫോണും കൊണ്ട് കണ്ടന്റ്. അവിടെ പോയാൽ കണ്ടന്റ് ഇട്ട CJP എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ പൈസ കിട്ടും. അതിനു വേണ്ടി പോയി നിൽക്കുന്നവന്മാരാണ് ഒരു 80%. ബാക്കി 20% വരെയുള്ള ഈ സമരമായിട്ട് ബന്ധപ്പെട്ട ഈ വാഴയും കുറെ കൂട്ടുകാരന്മാരും ഒക്കെ കൂടെ. അതിൻ്റെ ഇടയിൽ ഇതാ ആർക്കും വേണ്ടാതെ ഇക്കയും പോയി പ്രസംഗിച്ചിരിക്കുന്നു. കഷ്ടം. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടാക്കി. നിങ്ങളെ സംഘടിപ്പിക്കാന്നൊരു പ്രതിഷേധത്തിന് വേണ്ടി അതിന് ചെയ്യുക. വല്ലവരും സംഘടിപ്പിക്കേണ്ട ഇടയിൽ പോയി മറ്റേ സൈഡ് വാരം ഒരു ക്രെഡിറ്റ് അടിക്കാൻ നോക്കണം. ഇങ്ങനെ വായിക്കാം. നമുക്ക് ഇവിടെ നമ്മളെ കേരളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് യന്ത്രമന്ത്ര കുന്നൊക്കെ പോവാ. നിങ്ങൾ വരി, നിങ്ങൾ നമുക്ക് വേണം, ഇവിടെ വേണം. നിങ്ങൾ വരി കേട്ടോ.